വിജയപ്രതീക്ഷയിലാണ് എളമരം കരീം സ്ഥാനാർത്ഥി. കേരള വിഷൻ ന്യൂസിനോട് വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് എളമരം കരീം. സംസ്ഥാനം തിരഞ്ഞെടുപ്പിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് വിജയപ്രതീക്ഷകളൊക്കെ? എങ്ങനെയാണ് ഇനി പാർലമെന്റിലേക്ക് തന്നെയാണോ? നല്ല പ്രതീക്ഷയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഉയർത്തിയ പ്രശ്നങ്ങൾ ജനങ്ങൾ നല്ല നിലയിൽ സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ദുർബലമാക്കുന്ന നയങ്ങളാണ് BJP ഗവൺമെൻറ് നടപ്പാക്കുന്നത്. ഈ നയത്തെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസ് അവസരവാദ നിലപാട് സ്വീകരിക്കുന്നു. അവരുടെ മാനിഫെസ്റ്റോയിൽ പോലും ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ നിയമത്തെ സംബന്ധിച്ച് ഒരു പരാമർശം പോലുമില്ല. ഇതാണ് ഒരു ഭാഗമെങ്കിൽ, രണ്ടാം ഭാഗം കേരള സംസ്ഥാനത്തോട് അങ്ങേയറ്റം നന്ദികേടാണ് ഇവിടുന്ന് ജയിച്ചുപോയ MP മാർ ചെയ്തത്. കേരളത്തിന് വേണ്ടി അവർ ശബ്ദിച്ചില്ല എന്നത് പോട്ടെ, കേരളത്തെ ആക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതുമായ പരാമർശങ്ങൾ ഈ 18 MP മാർ മത്സരിച്ച് നടത്തുകയായിരുന്നു. അതുകൊണ്ട് സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാൻ UDF-ന് പറ്റില്ല എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ LDF ചരിത്ര വിജയം നേടുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഇടതുപക്ഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളികൾ നേരിട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. LDF-ന് പൊതുവിൽ വളരെ സ്മൂത്തായി പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. ജനങ്ങൾ LDF-ൻ്റെ മുദ്രാവാക്യം ഏറ്റെടുത്തതുപോലെയാണ്. ചില മാധ്യമങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഇതിനോടെല്ലാം വളരെ താല്പര്യത്തോടെയാണ് പ്രതികരിച്ചത്. പ്രതികൂലമായ ഒരു ഘടകവും ഉണ്ടായില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. പ്രചരണത്തിലും LDF-ന് എന്തിനെങ്കിലും മറുപടി പറയേണ്ടി വന്നിട്ടില്ല. LDF-ൻ്റെ രാഷ്ട്രീയം നന്നായി അവതരിപ്പിക്കാൻ അവസരം കിട്ടി. നാളെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവസാനമായിട്ട് ഒരു ആഹ്വാനം അല്ലെങ്കിൽ പറയാനുള്ളത് എന്താണ്? കേരളത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും എല്ലാ വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്നാണ് അവരോടുള്ള റിക്വസ്റ്റ്. അത് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസം എങ്ങനെയാണ്? നിശബ്ദ പ്രചരണ ദിവസം എങ്ങനെയാണ്? പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഇന്ന് വിട്ടുപോയ ചില വ്യക്തികളെ അവരെ കാണാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്. ചില മരണ വീടുകളിലൊക്കെ പോകാനുണ്ട്. വേറെ പരസ്യ പ്രചരണമൊന്നും ഇന്ന് നടത്തുന്നില്ല. എന്തായാലും കേരളത്തിലുടനീളം തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് ഇടതുപക്ഷത്തിന്. നല്ല ആത്മവിശ്വാസമാണ്. എല്ലാ മണ്ഡലത്തിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് വളരെ പോസിറ്റീവാണ്. എന്തായാലും വിജയാശംസകൾ. താങ്ക് യു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇവിടെ നിന്ന് വിജയിച്ചു പോരാമെന്നുള്ള ഒരു തികഞ്ഞ വിശ്വാസം എളമരം കരീമിനുണ്ട്. ക്യാമറ പേഴ്സൺ സജി തറയലിനോടൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.